നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ രോഹിത് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി. പോരാത്തേന് കൃഷ്ണമോളോട് വഴക്കടിച്ചിട്ടാണോ പോകുന്നത്? ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടാ നേരത്തെ പോകുന്നത്. അങ്ങനെ രോഹിത് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അലീന ഇങ്ങനെ ഒരു നിമിഷം ആലോചിക്കുകയാണ്. അലീന ആലോചിച്ചിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛാ ആ പോക്ക് അത്ര ശരിയല്ലോ എന്ന് പറഞ്ഞു. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. എന്തോ എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ല. ഇത്ര നേരത്തെ എന്താണെങ്കിലും രോഹിത് പോകേണ്ട കാര്യമില്ല. പിന്നെ പോരാത്തിന് ഹോസ്പിറ്റലിലേക്കാണെന്നും പറഞ്ഞാൽ പോയിരിക്കുന്നേ. ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. എന്തോ ഒരു പന്തി കണ്ടില്ലേ, എന്തോ ഒരു ടെൻഷൻ ആ മുഖത്തില്ലേന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചു. പിന്നീട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ഇത്തിരി കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ഞാൻ ചോദിക്കാം അവനോട് ചെന്നായിരുന്നോ ഇല്ലയോ എന്നൊക്കെ. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, മിക്കവാറും വേറെ എന്തെങ്കിലും പ്ലാനും പദ്ധതികളും കാണും. രോഹിയേട്ടൻ്റെ മനസ്സിൽ രോഹിയേട്ടനല്ല ആള്, പഴയ സ്വഭാവമൊന്നും അല്ലാന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ സംശയങ്ങളൊക്കെ ആയി. ഒരു പക്ഷേങ്കിൽ തൻ്റെ മക്കളൊക്കെ കൈവിട്ട് പോവുകയാണെന്നൊരു ചിന്ത. ബബിതയുടെ കാര്യത്തിലും ടെൻഷൻ, ഇപ്പോഴാണ്ട് രോഹിത്തിൻ്റെ കാര്യത്തിലും ടെൻഷനായി. അവൻ ഹോസ്പിറ്റലിലേക്ക് പോവാണോ അതോ വേറെ എവിടെയൊക്കെയാണോ അറിയത്തില്ലല്ലോ. ഇത്ര നേരത്തെ കാലത്ത് പോകേണ്ട കാര്യമില്ല. പിന്നെ അവന് ഹോസ്പിറ്റലിൽ അത്ര പോയി സ്നേഹപ്രകടനങ്ങളൊന്നും നടത്തുന്നതിനുമല്ല. വൈജയന്തിയോട് ഈ പറയുന്ന സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ലതാനും. പിന്നെ അവന് ഇത്ര രാവിലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ബാലേന്ദ്രൻ്റെ മനസ്സ് വിചാരിച്ചു. പിന്നീട് ബാലേന്ദ്രന് നേരത്തെ തന്നെ ഇറങ്ങണം, ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം കടയിലേക്ക് പോകാനായിട്ട്. ഈ സമയം രോഹിത്ത് പോകുന്ന വഴിക്ക് ഹരിശങ്കറെ വിളിക്കുകയാണ്. ഹരിശങ്കറെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ എന്താ എടാ കാര്യങ്ങളൊക്കെ? എടാ നീ ധൈര്യമായിട്ട് പോരെ, അവളിപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറയാം. എടാ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയാം. എടാ നിനക്കെന്താ ഇത്ര പേടിയാണെന്ന് ചോദിച്ചു. പേടിയുടെ അല്ലടാ, അറിയാലോ, എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. അച്ഛൻ അല്ലെങ്കിൽ തന്നെ ഉപദേശമാണെന്ന് പറഞ്ഞു. നീയും നിൻ്റെ ഒരു അച്ഛനും ഒന്നും മിണ്ടാതിരിക്കുക, ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, ഞാനല്ലേ പറയണേ, നമ്മുടെ ഗ്യാങ് അവിടെ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, നല്ല ഭംഗിയായിട്ട് നടക്കുമെന്ന് പറഞ്ഞ് രോഹിത്തിനെ ഹരി ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് ശരണ്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹരിയെ വിളിക്കുകയാണ്. ഹരിയേട്ടാ ഇത് എവിടെയാന്ന് ചോദിച്ചു. അതെ ഞാനിത് ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുക, എനിക്ക് പെട്ടെന്ന് വാ, ഞാനിവിടെ നിന്ന് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹരിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരണ്യയ്ക്ക് ഒരു സമാധാനമായി. പിന്നീട് ഹരിശങ്കരോട് പറഞ്ഞു, എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാൻ പൊന്നെ, ഞാനല്ലേ പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ശരണ്യയും കൂട്ടിക്കൊണ്ട് ഒരു കടയിലേക്ക് കയറുകയാണ്. അങ്ങനെ അവിടെ കയറി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ശരണ്യയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വില കൂടിയ ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ട്രയൽ റൂമിൽ പോയിട്ട് ആ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് ശരണ്യ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ശരണ്യയെ കണ്ടു കഴിഞ്ഞപ്പം ഹരിശങ്കർ പറഞ്ഞു, കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇപ്പം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ 10 മടങ്ങ് സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശരണ്യ പറഞ്ഞു, പിന്നെ അത്രയ്ക്കൊന്നും ഇല്ലയെന്ന് പറയണം. ഇത് കേട്ടിഞ്ഞപ്പോൾ ഹരിശങ്കർ പറഞ്ഞു, പിന്നെ അങ്ങനെയൊന്നും അല്ല, പക്ഷെ പറഞ്ഞിട്ട് എന്താവാനായിട്ടാ, സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ, നിന്റെ കയ്യെ പോലും നീ ഒന്നും തൊടിയിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയം ശരണ്യ പറഞ്ഞു, അങ്ങനൊന്നും അല്ല ഹരിയേട്ടാ, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ വിവാഹം കഴിക്കാൻ പോകുന്നവരാ, വിവാഹത്തിന് ശേഷം മതി ഇതൊക്കെ, അതിനുമുമ്പ് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് നമ്മൾ തമ്മിലൊരു പ്രശ്നം വേണ്ട. പിന്നെ ഹരിയേട്ട പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, എന്നെ നേരത്തെ കാലത്ത് കൊണ്ടുവന്ന് പറഞ്ഞാൽ അതൊക്കെ ഏറ്റവും ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ, നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്യാൻ പോവാം. നാലിൻ്റെ ബർത്ത്ഡേ അല്ലേ, ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ കൊണ്ടേയാക്കുമെന്ന് പറഞ്ഞു. ശരണ്യയ്ക്ക് അറിയത്തില്ലല്ലോ അവൻ്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. ഇത്തിരി ദൂരം കൂടെ പോന്നു കഴിഞ്ഞപ്പോൾ ശരണ്യ പറഞ്ഞു, അതെ ഒരു പക്ഷേങ്കിൽ ഇതെങ്ങാനും വീട്ടിലറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. എന്താ ബർത്ത്ഡേ ഫംഗ്ഷന് പോകുന്നോ? അല്ല ഇത്ര ദൂരെയൊക്കെ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാലേ എങ്ങനെ ആരെങ്കിലും കണ്ടാലോ, കാണാനാ, ആരും കാണാനൊന്നും പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ കൈയൊക്കെ എടുത്തുനിന്ന് ഹരിശങ്കർ പിടിക്കുകയാണ്. അങ്ങനെ ഒരു ധൈര്യമൊക്കെ കൊടുത്തു. പിന്നീട് ചോദിച്ചു, നിനക്ക് ദാഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ദേ ദാഹിക്കുന്നുണ്ടെങ്കിൽ കോള കുടിച്ചോളാൻ പറഞ്ഞു. വേണ്ട, കോള എനിക്ക് വേണ്ടാന്ന് പറയാം. ഓ ഇനിയിപ്പം നിനക്ക് പേടിയായിരിക്കില്ലേ, വേണ്ട നീ കുടിക്കണ്ട, ഇത് ഞാൻ കുടിച്ചോളാം, നീ ഒരു കാര്യം ചെയ്യുക, വെള്ളം കുടിച്ചോളാനും പറഞ്ഞുകൊണ്ട് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിനകത്തും വേറെ കുറച്ച് പൊടികളും കാര്യങ്ങളും കലക്കിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേങ്കിൽ അവൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല. കോള കുടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവൾ വെള്ളം കുടിച്ചേ. പക്ഷെ ആ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ശരണ്യയ്ക്കൊരു മയക്കവും കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. അപ്പോൾ അതിനകത്തും മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ കലർത്തിയിട്ടുണ്ടായിരുന്നു. അത് ശരണ്യയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ലോ. ശരണ്യയുടെ തലയ്ക്ക് ചെറുതായിട്ട് പിടിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹരിശങ്കറിന് സമാധാനമായി. ഇനി പ്രശ്നമില്ല, ഇനിയിപ്പോൾ താൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ അവളെയും കൊണ്ട് നേരെ ആ ഒറ്റപ്പെട്ട വീട്ടിലേക്ക്, കുറേ റബ്ബർ തോട്ടത്തിനിടയ്ക്ക് ഒരു വീടാണത്,
അവിടെ എങ്ങും ആരും ഇല്ലതാരും പരിസരത്തെങ്ങും. അവിടെ കിടന്ന് അവൾ അലറി വിളിച്ച് കരഞ്ഞാലോ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാലോ ആരും കേൾക്കാനും പോകുന്നില്ല. അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഹരിശങ്കർ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അവിടേക്ക് ചെല്ലുമ്പോൾ അതിനു മുമ്പ് തന്നെ അവൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പക്ഷേ ശരണ്യയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വീട്ടിലേക്ക് പോണ സമയത്ത് ശരണ്യ ചോദിച്ചു, അല്ല ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ, എന്നെ നേരത്തെ വീട്ടിൽ കൊണ്ടേ ആക്കൂലോ, അവളുടെ ശബ്ദത്തിനൊക്കെ ഒരു കുഴച്ചിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഏറ്റു, നീ ധൈര്യമായിട്ടിരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് കയ്യിലൊക്കെ പിടിക്കുകയാണ്. അവൾ അധികം എതിർക്കാനൊന്നും പോയില്ല. അവളുടെ മനസ്സ് കൈവിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹരിശങ്കറിന് സന്തോഷമായി. ഈ സമയത്ത് രോഹിത്തിൻ്റെ കോള് വരുന്നേ. രോഹിത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നീ എവിടെയാടാ? അതേ ഞാൻ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുക, നീ എവിടെയാ? ഇതേ ഞാൻ ഇവിടെ എത്തി, ഞാൻ ഈ വീട്ടിലുണ്ടെന്ന് പറയാം. അതേ ഞാൻ അവളെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇതൊന്നും അവളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അവൾ വേറെ ഏതോ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പാവം അവൾക്കറിയില്ലോ എന്താ സംഭവിക്കുന്നതെന്നൊന്നും. ഈ സമയത്ത് വൈജയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പിന്നീട് വൈജ പറഞ്ഞു, എന്താ നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല ഒന്നുമല്ലേലും ഇപ്പോഴും നിന്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഞാനല്ലേ തുടരുന്നേ, അപ്പം നീ ഇടയ്ക്കെങ്കിലും വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? ഓ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് എന്താവാനാ, നിങ്ങളുടെ ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ആയിക്കോട്ടെ, പിന്നെ നിന്നെ കാണാനായിട്ട് രോഹിത്ത് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. രോഹിത്തോ? എന്നെ കാണാൻ ആരും വന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രന് സംശയം, അല്ല രോഹിത്ത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഇറങ്ങിയായിരുന്നു, അപ്പം എത്തിയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വൈജ പറഞ്ഞു, അവനെങ്ങും എന്നെ കാണാൻ വന്നിട്ടില്ല, അല്ലെങ്കിലും അവർക്കൊക്കെ എവിടുന്ന സമയം എൻ്റെ അടുത്ത് വന്ന് കാണാനും അല്ല എന്നെ വന്ന് കാണാനും എൻ്റെ അടുത്ത് ചെലവഴിക്കാനൊന്നും അവർക്ക് സമയമില്ലല്ലോ, അവരെല്ലാം ഭയങ്കര തിരക്കല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അങ്ങനെ ആക്കി വെച്ച ആരാ, നീ ഒറ്റ ഒരുത്തിയല്ലേ, അവരവരുടേതായ ഇഷ്ടത്തിനാണ് ഇപ്പം ജീവിച്ചു പോയിക്കൊണ്ടിരിക്കണേ. ഇത് കേട്ടപ്പോൾ വൈജ പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങളെല്ലാത്തിനും കാരണം അച്ഛനെ കണ്ടല്ലേ മക്കൾ വളരുന്നേ. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോൾ അത് നീ പറഞ്ഞാൽ മതി, നിന്നോട് പലപ്പോഴും ഞാൻ പറയായിരുന്നു വീട്ടിലായ സമയത്ത് മക്കളെയൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്ന്. ഓ എൻ്റെ മക്കള് നല്ലവരാണ്, അവരൊരു തെറ്റും ചെയ്യത്തില്ല എന്നൊക്കെയല്ലേ നീ പറഞ്ഞേ, എന്നിട്ടിപ്പോൾ കുറ്റം മൊത്തം എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചാൽ മതി എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. വൈജ പറഞ്ഞു, നിങ്ങളുടെ കൂടുതലൊന്നും പറയണ്ട, എന്താണെങ്കിലും ഇവിടുന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല, ഞാൻ എന്താണെങ്കിലും വേറൊരു വീടെടുക്കുമോ അല്ലെങ്കിൽ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോകത്തുള്ളൂ. ബാലേന്ദ്രൻ പറഞ്ഞു, അത് നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പിന്നെ മിക്കവാറും രോഹിത്തും ബബിതും നിന്റെ കൂടെ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നീ പേടിക്കണ്ട, തനിച്ചാവുന്നുള്ള പേടിയും വേണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജ പറഞ്ഞു, ആരൊക്കെ ഉണ്ടേലും ഇല്ലേലും എനിക്ക് തന്നെ ജീവിക്കാന്നുള്ള ഒരു ചിന്തയുണ്ട്, അത് ഞാൻ ജീവിക്കുക തന്നെ ചെയ്യുമെന്ന് വൈജ പറയുകയും ചെയ്തു. ബാലേന്ദ്രൻ്റെ മനസ്സിലൊരു ടെൻഷനായി. അലീന പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സത്യമാണല്ലോ, രോഹിത് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, പിന്നെ അവൻ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക, ഇത്ര നേരത്തെ എങ്ങോട്ടായിരിക്കും ഇറങ്ങിയിരിക്കുക എന്നൊരു ചിന്തയുണ്ടായി. കോളേജിലേക്ക് പോയി കാണുമോ, അങ്ങനെയാണ് അന്വേഷിക്കണം. മക്കളുടെ പോക്കൊന്നും ശരിയല്ലാന്ന് ബാലേന്ദ്രന് തോന്നി. ബബിതയുടെ പോക്ക് ശരിയല്ലെന്ന് അലീന പറഞ്ഞു കഴിഞ്ഞു, അവളിത് ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ രോഹിത്തിൻ്റെ കാര്യം കൂടെ നോക്കാം, കാരണം അവൻ കോളേജിൽ എത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. പിന്നീട് ബാലേന്ദ്രൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, രോഹിത് കോളേജിലേക്ക് എത്തിയിട്ടുണ്ടോയെന്ന്. എത്തിയിട്ടില്ലെന്നുള്ള വിവരം അറിഞ്ഞു. അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ഒരു കാര്യം ഉറപ്പായി, അവൻ വേറെ എന്തൊക്കെയോ തരികട പരിപാടികളുണ്ട്, അവൻ കോളേജിലേക്കും എത്തിയിട്ടില്ല, പോയിട്ടില്ല, അവൻ വേറെ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക എന്നൊരു ചിന്തയുണ്ടായി. ഇതേ സമയത്ത് ശരണ്യയും കൊണ്ട് ഹരിശങ്കർ നേരെ ചെല്ലുന്ന ആ വീട്ടിലേക്കാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന വീട്ടിലേക്ക് ചെന്ന് ശരണ്യയോട് ഇറങ്ങാൻ പറയാണ്. ശരണ്യ പതുക്കെ ഇറങ്ങി ചുറ്റും നോക്കുവാണ്. ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. ഇതെന്താ ഹരിയേട്ടാ, ഇവിടെ ആരാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലോ എന്ന് പറഞ്ഞു. നീ വാ, അകത്തേക്ക് കയറി വാ, നിനക്കെന്നാ എന്നെ പേടിയുണ്ടോയെന്ന് ചോദിച്ചു. പേടിയൊന്നുമില്ല, പിന്നെ നീ എന്തിനാ പേടിക്കണേന്ന് ചോദിച്ചു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. ആ സമയത്ത് അനുസരണയുള്ളൊരു പൂച്ചക്കുട്ടിയെ പോലെ ഹരിശങ്കറിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് അവൾ. അവളുടെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് മുറിയിലേക്ക് കയറി പോകുന്ന സമയത്ത് രോഹിത് ഇത് കണ്ടു. രോഹിത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഹരിശങ്കറിനെ കാണുന്നത്. അങ്ങനെ ഹരിശങ്കർ നേരെ അവളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞപ്പോഴത്തേനും അവളെ ചിതെന്താ മുറിയിലേക്ക്, അതെ ബർത്ത്ഡേ ഇതൊക്കെ തുടങ്ങാൻ ഇത്തിരി സമയം പിടിക്കും, ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ റെസ്റ്റ് എടുക്കുക, ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ മുറിയിലാക്കിയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ് ഹരിശങ്കർ. അപ്പോഴേക്കും രോഹിത് അവിടെ ഉണ്ടായിരുന്നു. രോഹിത് ചോദിച്ചു, എടാ ഇത് പ്രശ്നമാകും, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാക്കി ഗ്യാങ്ങും കൂടെ അങ്ങോട്ട് വന്നു. അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുന്നുണ്ട്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു മയക്കം വരുന്ന പോലെ തോന്നുവാണ് ശരണ്യയ്ക്ക്. ശരണ്യ അവിടെ കിടന്നങ്ങോട്ട് മയങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഹരിശങ്കർ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾ കിടന്ന് മയങ്ങുന്ന കാഴ്ച കണ്ടേ. ഇത് തന്നെ പറ്റിയൊരു അവസരം എന്ന് വിചാരിച്ചു. പിന്നീട് മയങ്ങിക്കിടക്കുന്ന അവളെ തൻ്റെ സ്വന്തമാക്കാനായിട്ട് ഹരിശങ്കർ ശ്രമിക്കുകയാണ്.
ഈ സമയത്ത് രോഹിത്തിന് ടെൻഷനുണ്ട്. ഇതിന്റെ പേരിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുമോ, ഇനി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു അറിയത്തില്ല എന്നൊരു ചിന്ത മനസ്സിലേക്കും വരുന്നുണ്ട്. എന്താണെങ്കിലും അവന്റെ ആഗ്രഹം നടന്നു ഹരിയുടെ. അതിനുശേഷം അവന്മാരുടെ കൂട്ടുകാരന്മാരും തൻ്റെ ആഗ്രഹങ്ങൾ നടത്തുന്നുണ്ട്. ഒടുവിൽ വയ്യാത്തൊരവസ്ഥയിലായിപ്പോയി അവള്. കാരണം ഇത്രയും ആൾക്കാർ, അവൾക്ക് ഇതിന് മാത്രം പ്രായം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശരണ്യയ്ക്ക്. ശരണ്യ അബോധാവസ്ഥയിലായിരുന്നു. തനിക്ക് എന്താ സംഭവിക്കുന്നത് പോലും അവൾക്കൊട്ട് അറിയത്തുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും പിന്നീട് അവൾ അത്യാസന്ന നിലയിലാകുവാണ്. രോഹിത്തിന് ആകെപ്പാടെ ടെൻഷനായി. രോഹിത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. രോഹിത് നല്ലൊരവസ്ഥയിലായിരുന്നില്ല ആ പോകുന്നത്. കാരണം അവനും മയക്കുമരുന്നൊക്കെ കഴിച്ച് അവൻ്റെ നിലയും തെറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇതിൻ്റെ പേരിൽ കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒടുവിൽ ശരണ്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. മരണത്തോട് മല്ലടിക്കുന്നുണ്ട് അവൾ. ഇതിൻ്റെ പേരിൽ കേസുണ്ടായി കഴിയുമ്പോഴത്തേനും രോഹിത്തും അകത്ത് പോകുന്ന സ്ഥിതിഗതികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി എന്തായിത്തീരും നമുക്ക് കണ്ടറിയണം. ഇനിയിപ്പം വരും ദിവസങ്ങൾ അതൊക്കെ ആയിരിക്കും. രോഹിത്ത് പെട്ടുപോകുന്നുണ്ട്. രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് അലീന ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. തൻ്റെ അനുജനല്ലേ, അവനെ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ലോ. ഹരിശങ്കറാണ് ഇതിന് പിന്നിൽ ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.